പരാഗ്വേയിൽ ജീവിക്കുന്ന കൺവേർട്ടഡ് ആയിട്ടില്ലാത്ത ഒരുത്തിനെ പറ്റി പറഞ്ഞില്ലേ, മാനുസോ സോവിയേഡോ. അദ്ദേഹം ഓൾറെഡി കൺവേർട്ടഡ് ആയിട്ടില്ലാത്ത ആളുകളോട് ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ റേഡിയോ സിഗ്നൽസ് ഓരോ ഫ്രീക്വൻസി ആയിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലുള്ള എല്ലാവരും കൺവേർട്ടഡ് ആയോ, ആരെങ്കിലും ബാക്കി ഉണ്ടാവോ, ആരെയെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റിയാലോ, എങ്ങനെ ഇതെല്ലാം റിവേഴ്സ് ചെയ്യും, എല്ലാം പഴയ പോലെ എങ്ങനെ ആക്കുമെന്ന ഒരു ഐഡിയ ഒന്നുമില്ല. എങ്കിലും തന്നെ പോലെ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുവാണ്. കൺവേർട്ട് ആയിട്ടുള്ള ആളുകളോട് ഇദ്ദേഹം ഒരു തരത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലെങ്കിലും അവർ ഇദ്ദേഹത്തിന് വേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാറുണ്ട്. ഇദ്ദേഹം ഒന്നും കഴിക്കാറില്ല. ആൾക്ക് നല്ല വിശപ്പുണ്ട്, എടുത്ത് കഴിച്ചാൽ കൊള്ളാമെന്നൊക്കെയുള്ള തോന്നലുണ്ട്. പക്ഷേ അവർ കൊടുക്കുന്ന ഒന്നും കഴിക്കില്ല. ഓൾമോസ്റ്റ് പഴകി തുടങ്ങിയ ഫുഡൊക്കെയാണ് ആളുടെ ഭക്ഷണം. ഇങ്ങനെ എത്ര നാൾ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇതിനിടെയാണ് നമ്മുടെ കരോൾ ഇദ്ദേഹത്തെ വിളിക്കുന്നത്. കൺവേർട്ട് ആയിട്ടുള്ള ആളുകൾ തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് കരുതി ഇദ്ദേഹം ദേഷ്യപ്പെട്ടു. ആ ദേഷ്യത്തിൽ അവൾ വിളിച്ച് പച്ചത്തേറി പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി തന്നെ പോലെ കൺവേർട്ട് ആയിട്ടില്ലാത്ത ഒരാൾ ഭൂമിയിലുണ്ടെന്ന്. മേ ബി ഒരുപക്ഷെ ഇദ്ദേഹം കരോളിനെ തേടി പോകുമായിരിക്കും. എത്ര നാളെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഡോഗ് ഫുഡും കഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞു. ഇങ്ങനെ ഒരു വലിയ മാറ്റമുണ്ടായി. ആളുകളൊക്കെ ഇങ്ങനെയായിട്ട്. ഹോസ്പിറ്റലിലായിരുന്ന കരോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസ് വാഹനം എടുത്ത് വീട്ടിലേക്ക് തിരികെ പോകുന്നു. പോണ വഴിക്ക് ഓൾറെഡി കൺവേർട്ടഡ് ആയിട്ടുള്ള ആളുകൾ ഇവളെ കണ്ട് കയ്യും കാലും ഒക്കെ കാണിക്കുന്നുണ്ട്. ഒന്നുകിൽ അവർക്ക് നടുവിരൽ നമസ്കാരം കൊടുക്കും, അല്ലെങ്കിൽ അവരെ മൂടുകൊണ്ട് പോലും മൈൻഡ് ചെയ്യാതെ പുള്ളിക്കാരി അങ്ങനെയേ പോകുന്നു. കരോളിനെ മാക്സിമം കംഫർട്ടബിൾ ആക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഇവൾക്ക് വേണമെങ്കിൽ ഇവളുടെ കാർ തന്നെ തിരിച്ചു തരാം, അത് മോഡിഫൈ ചെയ്ത് തരാം. അതേപോലെ ഇവളുടെ വീടൊക്കെ അവർ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്താ സംഭവം, ആരോട് ചോദിച്ചിട്ടാ വീട്ടിൽ കയറിയെന്നൊക്കെ ചോദിച്ചപ്പോൾ അപകടമുണ്ടായി സോഷിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് ഇവരാരോ കാരോളിനോട് ചോദിച്ചിരുന്നു അത്രേ ആ ഒരു എമർജൻസി സിറ്റുവേഷനൊക്കെ കഴിഞ്ഞ് ഇവളുടെ വീടെല്ലാം ക്ലീൻ ചെയ്തോട്ടേന്ന്. കാരോൾ അതിന് ഓക്കെ പറഞ്ഞെന്നോ മൂളിയെന്നോ അതുകൊണ്ടാണ് ഇവരിവിടെ വന്ന് ഇതെല്ലാം ക്ലീൻ ചെയ്തതെന്ന്. ഏതായാലും വീടൊക്കെ നല്ല വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. വീട് ക്ലീൻ ചെയ്യാൻ വന്നിട്ടുള്ളത് സാധാരണക്കാർ മാത്രമല്ല, ഇവിടുത്തെ മേയർ വരെ വന്നിട്ടുണ്ട്. ഒരു പൊളിറ്റീഷ്യൻ പണിയെടുക്കുന്നത് കണ്ടിട്ടാണോ കാരോൾ കുറച്ച് നേരം നോക്കി നിന്ന് പോകുന്നുണ്ട്. ഇവനൊക്കെ ബോധം ഉണ്ടെങ്കിൽ ഇവനെ കൊണ്ടൊന്നും ഒരു ഉപയോഗമില്ല. ഇപ്പൊ ബോധം പോയിട്ടാണെങ്കിലും ഈ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗം ഉണ്ടാവട്ടെ. ദെൻ പുള്ളിക്കാരി വീടിനകത്ത് കയറി ഈ ആളുകളെ പറ്റി, കൺവേർട്ട് ആയിട്ടുള്ള ആളുകളെ പറ്റി എന്തൊക്കെ അവൾക്ക് അറിയാമെന്നുള്ള കാര്യം നോട്ട് ചെയ്യുന്നുണ്ട്. ഇവൾ എന്താവശ്യപ്പെട്ടാലും അവർ കൊണ്ടുതരും. ഈവൻ ആറ്റം ബോംബ് പോലും ഒന്നിനെ ഉപദ്രവിക്കില്ല, ഒരു ഈച്ചയെ പോലും കൊല്ലത്തില്ല. എല്ലാവരും തുല്യരാണ്. ഈ കൺവേർട്ട് ആയിട്ടില്ലാത്തവരെ കൺവേർട്ട് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. എപ്പോഴും സത്യസന്ധനാണ്, ചോദിക്കുന്നതിനൊക്കെ ഉള്ള കാര്യം തുറന്നു പറയുന്നുണ്ട്. ഇതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഈ കൂട്ടത്തിൽ ഒരാളെ വിളിച്ച് എന്താണ് ഈ ഹെലൻ ഇവളുടെ ബുക്സിനെ പറ്റി കരുതിയിരുന്നത്, അവളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഹെലൻ അത്ര നല്ല അഭിപ്രായമല്ല എന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ, കൊള്ളാം, കുഴപ്പമില്ല, ആർക്കും ഉപദ്രവമൊന്നുമില്ലല്ലോ, ഇവള് ജസ്റ്റ് കഥ എഴുതുന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു മട്ടായിരുന്നു അത്ര ഹെലന്. അങ്ങനെയാണ് പുള്ളിക്കാരി ചിന്തിച്ചു വെച്ചിരുന്നത്. ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴും നമ്മുടെ കാരോളിനെ ഹേർട്ട് ആക്കാതിരിക്കാൻ പുള്ളിക്കാരി ഷേക്സ്പിയറിനേക്കാളും അടിപൊളിയാണ്, മാക്ബത്ത് പോലെയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ തള്ളുന്നുണ്ട്. ദെൻ കാരോൾ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ സോഷ്യ ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. വലിയൊരു ഗിൽറ്റ് ഉണ്ട് മനസ്സിൽ. സോഷ്യക്ക് ഇങ്ങനെയൊക്കെ ആവാൻ കാരണം ഇവള് കൂടിയാണല്ലോ. പറ്റുന്ന പോലെ അവളെ സഹായിക്കുന്നുണ്ട്. ഈ കൺവേർട്ട് ആയിട്ടുള്ള ആളുകളൊക്കെ ഒറ്റ മൈൻഡ് ആണെന്നുണ്ടെങ്കിലും സോഷ്യയുടെ ശരീരം ഫുള്ളി ഓക്കെ ആയിട്ടില്ല. അവൾ പതിയെ റിക്കവർ ആവുന്നേ ഉള്ളൂ. അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഈ സമയത്ത് പുള്ളിക്കാരിക്കുണ്ട്. കാരോൾ സോഷ്യയോട് പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനാണ് വന്നത്. സോഷ്യയോട് മാത്രമല്ല, ഇവളോട് ചോദിച്ചാൽ ഈ കൺവേർട്ട് ആയിട്ടുള്ള എല്ലാവരും അറിയും. അങ്ങനെ എല്ലാവരും അറിയുക ഇവരോട് ചോദിക്കുന്നത്, ഇവരൊക്കെ ഈ ചേഞ്ച് ആയി ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഈ ഒരു ജോയിനിങ് റിവേഴ്സ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ്. സോഷ്യയ്ക്ക് അതിന് മറുപടി പറയാൻ പറ്റുന്നില്ല. ആദ്യമായി കരോൾ ചോദിച്ച ഒരു ചോദ്യത്തിന് ഇവർക്ക് ഉത്തരമില്ല. ഇതുവരെയും ഒരു കാര്യത്തിലും ഇവർ കള്ളം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഉത്തരം പറയാതെ ഇങ്ങനെ മറച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ ജോയിനിങ് റിവേഴ്സ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഇവരെയൊക്കെ വീണ്ടും നോർമൽ ആക്കാൻ പറ്റും, സാധാരണ ഹ്യൂമൻസ് ആക്കാൻ പറ്റുമെന്നാണ്. സോ അങ്ങനെയെങ്കിൽ എങ്ങനെ ഇവരെ എല്ലാം തിരിച്ച് പഴയ പോലെ ആക്കാൻ പറ്റും? എന്തോ ഒരു വഴിയുണ്ട്, ഏതോ തരത്തിൽ ഇവരെ പഴയ പോലെ ആക്കാൻ പറ്റും. എന്തായാലും അത് ഇവർ പറഞ്ഞു കൊടുക്കത്തില്ല. ഈ ഒരു ജോയിനിങ് ആണ് ഏറ്റവും നല്ലത്. ഇങ്ങനെയൊരു ലൈഫ്, ഇത് സ്വാതന്ത്ര്യമുള്ള ലൈഫാണ്, എല്ലാവരും ഒന്നാണ്, ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെയൊക്കെയുള്ള ഇവരുടെ വാദങ്ങൾ, ഈ കൺവേർട്ട് ആയിട്ടുള്ളവരുടെ വാദങ്ങൾ സ്വബോധത്തോടെ ചിന്തിക്കുന്ന ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണോ സ്വാതന്ത്ര്യം? ഫ്രീഡത്തിന് പുതിയ ഡെഫിനേഷൻ കൊടുത്തു. ഇവരിങ്ങനെ ആയത് പോരാഞ്ഞിട്ട് ഇപ്പൊ കൺവേർട്ട് ആയിട്ടില്ലാത്ത ആളുകളെ കൂടി ഇങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നത് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം കൊണ്ടും കരോൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആണ്. എങ്ങനെ ഇവരെ റിവേഴ്സ് ചെയ്യാൻ പറ്റും, ഇവരെ എങ്ങനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഇവർക്ക് തന്നെ അറിയാം. എത്രയൊക്കെ ചോദിച്ചിട്ടും അത് എങ്ങനെയെന്ന് മാത്രം പറയുന്നില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും അത് കണ്ടുപിടിക്കണമെന്ന് തീരുമാനിക്കുകയാണ് നമ്മുടെ കാരോളിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി ഇവർക്കൊക്കെ അറിയാലോ. ഇവളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇതിനു മുമ്പ് ഇവൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അവളുടെ ഇഷ്ടങ്ങൾ താല്പര്യങ്ങളെല്ലാം ഇവർക്ക് അറിയാമല്ലോ. എന്നാൽ കാരോൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒന്നാണ് ഇവരെ പോലെ കൺവേർട്ട് ആയിട്ടുള്ള ലൈഫ്. അത് ഭയങ്കര അടിപൊളിയാണ്. വൺസ് കാരോൾ കൺവേർട്ട് ആയാൽ ആ ലൈഫ് അവൾ ഒത്തിരി ഇഷ്ടപ്പെടും, അത്രയും അടിപൊളിയാണെന്നൊക്കെ സോഷ്യ പറയുന്നുണ്ട്. ഓഹോ, അത്രയ്ക്ക് അടിപൊളിയാണോ? എന്നാൽ ആ അടിപൊളി ലൈഫ് എനിക്ക് വേണ്ട, നിന്നെ കൊണ്ടൊക്കെ സത്യം പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന മട്ടിൽ ഫാർമസിയിൽ കയറി ഇവരാരും ശ്രദ്ധിക്കാതെ അനസ്തേഷ്യക്ക് യൂസ് ചെയ്യുന്ന മെഡിസിൻ എടുക്കുന്നുണ്ട്. അതിനിടെ ഒരു പുള്ളിക്കാരൻ അങ്ങോട്ട് വന്നായിരുന്നു. അയാളോട് ഇവള് വേറൊരു തരത്തിലുള്ള ലഹരി നോക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മാനേജ് ചെയ്യുന്നുണ്ട്. അനസ്തേഷ്യ മെഡ് സോഷ്യയുടെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്ത് അവളെ കൊണ്ട് എല്ലാം പറയിപ്പിക്കണമെന്നുള്ളതാണ് പ്ലാൻ. വർക്കായാൽ കൊള്ളാം. ഒന്നാമതേ സോഷ്യ പൂർണ്ണമായിട്ടും റിക്കവർ ആയിട്ടില്ല. ഇനിയിപ്പോൾ എന്താവോ ഇതിന്റെ റിസൾട്ട്. ഡയറക്റ്റ് സോഷ്യൽ ഇഞ്ചെക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ ഔട്ട്കം എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യണമല്ലോ. അതിനുവേണ്ടി വീട്ടിൽ ചെന്ന് അവിടെ ഒരു ക്യാമറ ഓൺ ചെയ്ത് വെച്ച് സ്വന്തം ശരീരത്തിൽ കാരോൾ ഇത് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. മരുന്നിന്റെ എഫക്റ്റിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. രാത്രിയാണ് ബോധം വരുന്നത്. അതുവരെ റെക്കോർഡഡ് ആയിട്ടുള്ള വിഷ്വൽസ് എടുത്ത് നോക്കിയപ്പോൾ ഈ മെഡിസിൻ കാരണം കാരോളിന്റെ
കിളി പോയിരുന്നു. എന്തൊക്കെയോ അവൾ കാണിച്ചു കൂട്ടിയിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ ആരോടും പറയാതെ വെച്ചിരുന്ന എന്തൊക്കെയോ സത്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സോഷ്യയിലൊന്ന് പരീക്ഷിച്ച് നോക്കാം. പുള്ളിക്കാരിയെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റിയാലോ? അടുത്ത ദിവസം മെഡിസിനായിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു മുൻകരുതലിന് വിലങ്ങും എടുത്ത് പോക്കറ്റിലിട്ട് സോഷ്യയുടെ അടുത്ത് ചെന്നു. ഹലോ സോഷ്യ, പുറത്തു പോയി കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട് വരാം. ക്യാരോൾ പറഞ്ഞാൽ അവർ സമ്മതിക്കാതിരിക്കുമോ? സോഷ്യയെ വീൽ ചെയറിൽ അങ്ങനെ കൊണ്ടുപോകുന്നു. ലിഫ്റ്റിൽ വെച്ച് സോഷ്യ അറിയാതെ ഡ്രിപ്പിലൂടെ അവളുടെ ശരീരത്തിലേക്ക് മെഡിസിൻ ഇഞ്ചെക്ട് ചെയ്തു. നല്ല വെയിലാണല്ലോ, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാവുന്നേ. യെസ് ക്യാരോൾ, ഞങ്ങളെ പുറത്ത് കൊണ്ടുവന്നതിന് നന്ദിയുണ്ട് എന്ന് ഒന്നാവുന്ന ഇവരെല്ലാവർക്കും വേണ്ടി സോഷ്യയും പറയും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ സോഷ്യയ്ക്ക് കാറ്റ് കൊള്ളണമെങ്കിൽ ഇവളെ പുറത്ത് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ഇവരെല്ലാം ഒന്നായതുകൊണ്ട് ആർക്കെങ്കിലും കാറ്റ് കൊണ്ടാൽ ഇവർക്ക് എല്ലാവർക്കും അത് കിട്ടുമല്ലോ. വാട്ടവർ, കാറ്റ് കൊള്ളിക്കാനല്ല ഇവിടെ കൊണ്ടുവന്നതെന്ന് നമുക്കറിയാം. പതിയെ പതിയെ മെഡിസിന്റെ എഫക്റ്റ് സോഷ്യയുടെ ബോഡിയിൽ പ്രകടമായപ്പോൾ ക്യാരോൾ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. എങ്ങനെ ഇതൊക്കെ റിവേഴ്സ് ചെയ്യാൻ പറ്റും? എന്താണ് അതിന്റെ പ്രോസസ്? മെഡിസിന്റെ എഫക്റ്റിൽ സോഷ്യ നോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയും നേരം എന്തെങ്കിലും ചോദിച്ചാൽ ഉത്തരം കൊടുക്കുക എന്നുള്ളത് മാത്രം ഉണ്ടായിരുന്നുള്ളല്ലോ. പറ സോഷ്യ, എങ്ങനെ ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് പറ. ക്യാരോൾ ചുറ്റുപാട് നോക്കിയപ്പോൾ ആ പ്രദേശത്തുണ്ടായിരുന്ന കൺവേർട്ട് ആയിട്ടുള്ള ആളുകളൊക്കെ വേഗം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഉടൻ കയ്യിലുണ്ടായിരുന്ന വിലങ്ങെടുത്ത് ക്യാരോളിന്റെയും സോഷ്യയുടെയും കയ്യിലിട്ടു. സോഷ്യ, എനിക്കറിയാം നിനക്കത് എന്നോട് പറയണമെന്നുണ്ട്. എങ്ങനെ ഇത് റിവേഴ്സ് ചെയ്യാം? പെട്ടെന്ന് പറ. അപ്പോഴേക്കും ബാക്കിയുള്ളവർ വന്ന് സോഷ്യയെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ ക്യാരോൾ ബഹളം വെച്ച് അവരോട് മാറി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് സോഷ്യയോട് സോഷ്യ പ്ലീസ് ഇത് പറയൂ എന്ന് പറഞ്ഞപ്പോൾ ചുറ്റുപാട് കൂടി നിൽക്കുന്ന എല്ലാവരും ക്യാരോൾ പ്ലീസ് എന്ന് ചാൻഡ് ചെയ്യാൻ തുടങ്ങി. സോഷ്യയുടെ ഉൾപ്പെടെ ഇവരുടെ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. അധികം താമസിയാതെ സോഷ്യ ചേറിൽ നിന്ന് താഴെ വീണു. എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ സോഷ്യയ്ക്ക് കാർഡിയാക് അറസ്റ്റാണ്, ക്യാരോൾ മാറി നിന്നാൽ മാത്രമേ അവളെ രക്ഷിക്കാൻ പറ്റൂവെന്ന്. ക്യാരോൾ മാറി നിന്നു. ഇവരുടെ കയ്യിലിട്ടിരുന്ന വിലങ്ങെല്ലാം അറുത്തു മാറ്റി സോഷ്യയ്ക്ക് CPR കൊടുത്ത് അവളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇതൊന്നും ക്യാരോളിനും സഹിക്കാൻ പറ്റുന്നില്ല. ഇത്ര പ്രശ്നമാകും, സോഷ്യയുടെ ജീവൻ അപകടത്തിലാവുന്ന രീതിയിൽ താൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് അവൾ പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോൾ തന്റെ എടുത്തുചാട്ടം കാരണം ഒരാൾ കൂടി മരിക്കേണ്ടി വന്നേനെ. ഏതായാലും ഭാഗ്യത്തിന് കൃത്യസമയത്ത് കൺവേർട്ട് ആയിട്ടുള്ളവർ ആക്ട് ചെയ്തതുകൊണ്ട് സോഷ്യയെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. ഹോസ്പിറ്റലിലെ ഇപ്പോഴത്തെ സാഹചര്യം കുറച്ച് കോമഡിയാണ്. അതായത് സൂചി കണ്ടാൽ പേടിച്ചോടുന്ന പിള്ളേരൊക്കെയാണ് ഇവിടുത്തെ സ്റ്റാഫ്. ശരീരമാസകലം ടാറ്റു ചെയ്ത ഡോക്ടേഴ്സിനെയും സെക്യൂരിറ്റി ജോലിക്ക് നിൽക്കുന്ന വലിയ വലിയ VIPസിനെയും ഒക്കെ കാണാം. ഇതേ സമയം ലക്ഷ്മി ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്യും. ക്യാരോളിനെയാണ് വിളിച്ചത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മിയുടെ മകൻ കരഞ്ഞേ. ചെക്കനും ഓൾറെഡി കൺവേർട്ട് ആയതാണല്ലോ. ഓൾറെഡി കൺവേർട്ട് ആയിട്ടുള്ള ആളുകളെല്ലാം കരഞ്ഞപ്പോൾ സോഷ്യ ഓൾമോസ്റ്റ് മരിക്കാറായ സമയത്ത് ഇവരെല്ലാവരും കരഞ്ഞപ്പോൾ ചെക്കനും കരഞ്ഞു. അതിന് ക്യാരോളിനെ വിളിച്ച് അവളുടെ ദേഷ്യം പ്രകടിപ്പിച്ചതാണ്. ലക്ഷ്മി, ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. ഇവരെയൊക്കെ ചേഞ്ച് ചെയ്യാനൊരു വഴിയുണ്ട്, അത് ഞാൻ കണ്ടുപിടിച്ചു എന്നങ്ങോട്ട് പറഞ്ഞപ്പോഴേക്കും ദേഷ്യപ്പെട്ട് ലക്ഷ്മി കോള് കട്ട് ചെയ്തു. പിന്നീട് അങ്ങോട്ട് ഓൾറെഡി കൺവേർട്ട് ആയിട്ടുള്ള ഈ ആളുകളൊക്കെ നമ്മുടെ ക്യാരോളിനോട് മുമ്പുള്ളതിൻ്റെ കൂട്ട് അത്ര സ്നേഹത്തിലല്ല പെരുമാറുന്നത്. ഇവളെന്തെങ്കിലും ചോദിച്ചാൽ തന്നെ നീ എന്തേലും കാണിക്കേ എന്ന മട്ടിലുള്ള പെരുമാറ്റം. എന്തോ ഏതായാലും സോഷ്യയ്ക്ക് ഭേദമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെ നമ്മുടെ ക്യാരോൾ വെയിറ്റ് ചെയ്യുന്നു. കുറേ സമയം ഇരുന്നു, ദെൻ കിടന്നു, ഉറങ്ങി. ഉടനെ ഇവിടെ ഉണ്ടായിരുന്ന കൺവേർട്ട് ആയിട്ടുള്ള എല്ലാവരും ഈ സ്ഥലം വിട്ടുപോവാണ്. ക്യാരോളിനോടൊരു വാക്ക് പോലും ഇണ്ടാതെ എങ്ങോട്ടോ പോയി. കുറേ സമയം കഴിഞ്ഞ് ക്യാരോൾ എണീറ്റ് വന്ന് നോക്കുമ്പോൾ സോഷ്യയെ ഉൾപ്പെടെ ഒരാളെയും അവിടെ കാണാനില്ല. എന്താ സംഭവിച്ചതെന്നറിയാൻ ഇവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറിൽ ഡയൽ ചെയ്തപ്പോൾ ഒരു വോയിസ് മെയിലിലേക്കാണ് കോൾ കണക്ട് ആവുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാൻ അവർ തീരുമാനിച്ചു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ, എത്തിച്ചു തരാമെന്ന്. ഇവർക്ക് ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ ഉണ്ടോ? ബ്രേക്ക് വേണം പോലും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം ഓൾമോസ്റ്റ് സോഷ്യ മരിക്കാറായിരുന്നു. അതാണോ കാരണമെന്ന് ചോദിച്ചാൽ അതും ഒരു കാരണമാണ്. എന്നാൽ അത് മാത്രമല്ല കാരണം. കൺവേർട്ട് ആയിട്ടുള്ളവരെയൊക്കെ വീണ്ടും പഴയ പോലാക്കാൻ ക്യാരോൾ ശ്രമിക്കുന്നുണ്ടല്ലോ, അത് അനുവദിച്ചുകൂടാ. ഒരു കാരണവശാലും ക്യാരോൾ ഈ ദൗത്യത്തിൽ വിജയിക്കാൻ പാടില്ല. അതുകൊണ്ടും കൂടിയാണ് ഇവരൊരു ബ്രേക്ക് എടുക്കുന്നത്. ക്യാരോൾ നേരെ ക്രൗൺ പ്ലാസയിൽ ചെന്നു. ലിഫ്റ്റ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് സ്റ്റെയർ കേസ് വഴി നടന്ന് മുകളിൽ കയറി നോക്കിയപ്പോൾ ഈ പ്രദേശത്തുണ്ടായിരുന്ന കൺവേർട്ട് ആയിട്ടുള്ള സകല ആളുകളും വാഹനങ്ങളിൽ തിരിച്ചു പോകുന്നത് കാണാം. ഒരാൾ പോലും സ്റ്റേ ചെയ്യുന്നില്ല. നമ്മുടെ ക്യാരോളിനെ ഒറ്റപ്പെടുത്തി അവർ മാറിപ്പോകുന്നു. ആളൊഴിഞ്ഞു പോകുന്നത് കൊണ്ട് ഈ ഏരിയയിൽ പവർ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് പവർ കട്ട് ചെയ്തിരുന്നു. ലിഫ്റ്റും വർക്ക് ചെയ്യത്തില്ല. ഇതിന് മുകളിൽ സ്റ്റെയർ കേസ് വഴി വലിഞ്ഞു കയറി വന്ന പോലെ തന്നെ താഴോട്ട് ഇറങ്ങി പോകണം. ദെൻ ക്യാരോൾ തിരികെ വീട്ടിൽ ചെന്ന് ഇവളെ പോലെയുള്ള സർവൈവേഴ്സിന്, ഇവളെ പോലെയുള്ള ബാക്കി 12 ആളുകൾക്ക് വേണ്ടി വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഹലോ മൈ ഡിയർ ഫെല്ലോ സർവൈവേഴ്സ്, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ടുപിടിച്ചു. ഈ അഫ്ലിക്റ്റഡ് ആയിട്ടുള്ള ആളുകളെയല്ലേ, ഇവരെ നമുക്ക് തിരിച്ച് പഴയ പോലാക്കാൻ പറ്റും. ഉള്ളതാ. അതെങ്ങനെ ചെയ്യാമെന്ന് അവർക്കറിയാം, പക്ഷെ അവർ പറയത്തില്ല. പറയിപ്പിക്കാൻ മാക്സിമം ശ്രമിച്ചു. അപ്പോഴാണ് ഇവറ്റോട് കണ്ണീരൊഴുകിയത്. പിന്നെ അവരെന്താ ചെയ്തെന്നറിയോ? എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഈ ടൗണിൽ നിന്ന് അവരെങ്ങോട്ടോ പോയി. അവരെന്ത് വേണേൽ ചെയ്തോട്ടെ, നമുക്ക് അവരെ തിരിച്ച് പഴയ പോലെ ആക്കാൻ പറ്റും. എനിക്കറിയാം നിങ്ങളിൽ പലർക്കും അവരെ പോലെ ആവണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ബട്ട് അത് നല്ലൊരു ഓപ്ഷൻ അല്ല. ലോകം അങ്ങനെയല്ല ആവേണ്ടത്. എല്ലാവരും പഴയ പോലെ ആവണം, നമ്മളെ പോലെ ഫീലിങ്സ് ഉള്ള ഹ്യൂമൻസ് ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് എന്നെ കോൺടാക്ട് ചെയ്യും. നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. എങ്ങനെയെങ്കിലും ഇവരെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇത്രയും റെക്കോർഡ് ചെയ്ത് ഈ അഫ്ലിക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ കോൾ വോയിസ് മെയിലിൽ കണക്ട് ആയപ്പോൾ അവരോട് തന്നെ പോലെയുള്ള സർവൈവേഴ്സിന് എല്ലാവർക്കും ഇത് കാണിച്ചു കൊടുക്കണം, ഇംഗ്ലീഷ് അറിയാത്തവർക്ക് സബ് ടൈറ്റിൽ ഇട്ട് കാണിച്ചു കൊടുക്കണം എന്ന് പറയാണ്. ക്യാരോൾ ഈ ആവശ്യപ്പെട്ടത് അവർ ചെയ്യുമോ? അവരെ തിരിച്ച് കൺവേർട്ട് ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അങ്ങനെയാവാൻ അവരാരും ആഗ്രഹിക്കുന്നില്ലല്ലോ. ക്യാരോൾ എല്ലാം റെക്കോർഡ് ചെയ്ത് വീടിന് പുറത്ത് കൊണ്ടുവച്ചു. അവർക്ക് സ്പേസ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അത് വെച്ചിട്ട് കുറേ ദൂരോട്ട് മാറി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതും കൈ പിടിച്ചുകൊണ്ട് നിന്നാൽ ബ്രേക്ക് വേണ്ടവർക്ക് ഒരു ബുദ്ധിമുട്ടായാലോ. അപ്പോൾ അതാണ്ട് ഒരു ഡ്രോൺ വന്ന് ക്യാരോൾ വെച്ച് റെക്കോർഡിങ് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നു. ക്യാരോളുള്ള ചുറ്റുവട്ടത്ത് പോലും വരാൻ അവരാരും ആഗ്രഹിക്കുന്നില്ല. ഇനി ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ ക്യാരോൾ ആകെ ഒറ്റപ്പെട്ടു. ഇങ്ങനെ വലിയൊരു കൺവേർഷൻ നടക്കുന്നതിന് മുമ്പ് എന്തിനും ഇവൾക്ക് കൂട്ടായിട്ട് ഹെലൻ ഉണ്ടായിരുന്നു. ഹെലൻ എപ്പോഴും ക്യാരോളിനെ
ഹാപ്പി ആക്കി വെക്കാൻ ശ്രമിച്ചിരുന്നു. ഒരു പാർട്ട്ണർ എന്ന് പറയുമ്പോൾ അങ്ങനെ ആവണമല്ലോ. കൺവേർഷന് ശേഷം ഹെലന്റെ വിടവ് നികത്തി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഓൾറെഡി കൺവേർട്ടഡ് ആയിട്ടുള്ള അഫ്ലിക്റ്റഡ് ആളുകൾ ഉണ്ടായിരുന്നു. അതിലും സോഷ്യ കാരോളിനെ പരമാവധി കംഫർട്ടബിൾ ആക്കി അവളുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഒറ്റപ്പെട്ടപ്പോൾ ചുറ്റും ഉണ്ടായിരുന്ന ആളുകളൊക്കെ മാറിപ്പോയപ്പോൾ ഈ ടൗൺ വിട്ട് തന്നെ പോയപ്പോൾ കാരോളിന് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇനി ഇവൾ അവരെ തേടി പോകണമെന്നുണ്ടെങ്കിലും അവർക്ക് സ്പേസ് വേണമെന്നുള്ളതുകൊണ്ട് അവർ മാറിപ്പോകും. രാത്രി വീടിന് പുറത്ത് എന്തോ ശബ്ദം കേട്ട് ജനാല വഴി പുറത്ത് നോക്കിയപ്പോൾ ദേ നായകളും ചെന്നായകളും ഒക്കെ. ടൗണിൽ ആളനക്കമില്ലല്ലോ, ഇനിയിപ്പോൾ ഇതുപോലുള്ള മൃഗങ്ങൾ ഒരുപാട് വരും. കാരോൾ പുറത്തിറങ്ങാതെ വീടിനകത്തുനിന്ന് തന്നെ ബഹളം വെച്ച് അവരെല്ലാം ഓടിച്ചിട്ട് അഫ്ലിക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ കോൺടാക്ട് ചെയ്ത് വോയിസ് മെയിലിൽ സിറ്റിയിലുള്ള മുഴുവൻ ലൈറ്റ്സും ഓൺ ചെയ്തിടാൻ ആവശ്യപ്പെട്ടു. അവരും വേണ്ട പോലെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആൻഡ് ഉറങ്ങാൻ കിടന്നപ്പോൾ അവിടെ സൈഡിൽ ഒരു ബുക്ക് കാണാം. ആൻഡ് ദെൻ ദെർ വെർ നൺ. സാഹചര്യത്തിന് പറ്റിയ ബുക്ക്. പർച്ചേസ് ചെയ്ത് വായിച്ച് നോക്കട്ടെ. നല്ല ബുക്കാണെങ്കിൽ മുന്നോട്ട് വരുന്ന ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യാം. പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്നുണ്ട്, വായിക്കാൻ താല്പര്യമുള്ളവർ വാങ്ങിച്ചോ. ദെൻ അടുത്ത ദിവസം വേസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യുന്നു. ഈ കോൺടാക്ട് ചെയ്യുമ്പോൾ ഓട്ടോമേറ്റഡ് വോയിസ് ആണ് സഹിക്കാൻ പറ്റാത്തത്. എന്താവശ്യം അറിയിക്കാൻ വിളിച്ചാലും ആദ്യം ഒരു 10-17 സെക്കൻഡ് ഇത് കേൾക്കണം. വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് പോകണം. അതാണ് കാരോളിന്റെ ആവശ്യം. കുറച്ച് സമയം കഴിഞ്ഞ് അഫ്ലിക്റ്റഡ് ആളുകൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തു. അതും ഒരു റെക്കോർഡഡ് വോയിസ് ആയിരുന്നു. വേസ്റ്റ് എല്ലാം ബാഗിൽ കളക്ട് ചെയ്യണമെന്ന്, അതിന്റെ ഭാരം 17 പൗണ്ട്സിൽ കൂടരുതെന്ന്. കാരോളും അവർ ആവശ്യപ്പെട്ട പോലെ വേസ്റ്റ് എല്ലാം ബാഗിലാക്കി. വെയിറ്റ് ഒരല്പം കൂടുതലാണോന്ന് ഡൗട്ടുണ്ട്. കുഴപ്പമില്ല, അവർ കൊണ്ടുപോയിക്കോളുമല്ലോ. ഡ്രോൺ വന്നു, വേസ്റ്റ് പിക്ക് ചെയ്തു. വെയിറ്റ് ഒരല്പം കൂടുതലായതുകൊണ്ട് ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. സ്ട്രീറ്റ് ലൈറ്റിൽ തട്ടി ഡ്രോൺ അവിടെ കുരുങ്ങി വേസ്റ്റ് എല്ലാം താഴെ വീണു. ഇവറ്റോളെ കൊണ്ട് നടപടിയാവില്ല. കാരോൾ തന്നെ വേസ്റ്റ് എല്ലാം ദൂരെ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുപോയിടുന്നു. അന്നേരമാണ് അടുത്തടുത്ത് വെച്ചിരിക്കുന്ന പല ഡസ്റ്റ്ബിന്നുകളിലും മിൽക്ക് പാക്കറ്റുകൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇവർ ഒരുപാട് മിൽക്ക് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ആകാംക്ഷ തോന്നി അതിന്റെ പുറകിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ശ്രമിച്ചപ്പോൾ തല കുത്തി അതിനകത്ത് വീണു. പാവം, ഇമാതിരി ജോലിയൊന്നും ചെയ്ത് ശീലമില്ലല്ലോ. ഒരുപാട് മിൽക്ക് പാക്കറ്റ്സ് ഉണ്ട്, അത്രയധികം അവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. എന്തിനായിരിക്കും ഇങ്ങനെ പാല് കുടിക്കുന്നത്? ഇനിയൊരു പക്ഷേ സാധാരണ പാലല്ലെങ്കിലോ, ഇതിനകത്ത് എന്തെങ്കിലും കലർത്തുന്നുണ്ടെങ്കിലോ? ഒരുപക്ഷെ അതായിക്കൂടെ ഇവരൊക്കെ വീണ്ടും സ്വഭാവത്തിലേക്ക് വരാതെ അവരെ ആ ഒരു സ്റ്റേറ്റിൽ തന്നെ പിടിച്ചു നിർത്തുന്നത്. സംശയം തോന്നിയ കാരോൾ ആ മിൽക്ക് ഉണ്ടാക്കുന്ന ഇവിടെ അടുത്തുള്ള ഡയറിയിൽ ചെന്നു. അവിടെയെങ്ങും ആരുമില്ല. ഇതേ ടൗണിലുള്ള ഡയറി ആയതുകൊണ്ട് കാരോളിനെ ഉപേക്ഷിച്ച് പോയപ്പോൾ ഇവിടുന്നെല്ലാം അവർ ഒഴിഞ്ഞു പോയിരുന്നല്ലോ. അവിടെ വെച്ചാണ് ആ ഞെട്ടിക്കുന്ന രഹസ്യം കാരോൾ മനസ്സിലാക്കുന്നത്. ശരിക്കും ഈ പാക്കറ്റിനുള്ളിലുള്ളത് പാലല്ല, മറ്റെന്തോ ഒരു ടൈപ്പ് ലിക്വിഡാണ്. കാരോളിന്റെ സംശയം ശരിയായേക്കും. മിൽക്ക് പാക്കറ്റ് എന്ന രീതിയിൽ ഇവർ കൺസ്യൂം ചെയ്യുന്ന ഈ എന്തോ ടൈപ്പ് ലിക്വിഡ് കാരണമാവാം ഇവരെല്ലാം ആ സ്റ്റേറ്റിൽ തന്നെ ഇങ്ങനെ തുടർന്നു പോകാൻ കാരണം. ഡയറി പ്ലാനിനോട് ചേർന്നുള്ള ഗോഡൌണിൽ എന്തോ ശബ്ദം കേട്ടിട്ട് അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ കുറെ കാക്കകൾ അവിടെ സൂക്ഷിച്ചിരുന്ന പാക്കേജസ് കുത്തിപ്പൊട്ടിക്കുന്നു. അതുങ്ങളെല്ലാം ഓടിച്ചിട്ട് പാക്കറ്റ്സിൽ എന്താണെന്ന് നോക്കിയപ്പോൾ എന്തോ ഒരു ടൈപ്പ് വെള്ളപ്പൊടി. എന്തെന്നാ ഏതാ സംഭവം എന്നറിയണമല്ലോ. അതിലൊരു പാക്കറ്റും കൊണ്ടാണ് കാരോൾ വീട്ടിൽ ചെല്ലുന്നത്. വിശദമായിട്ട് പരിശോധിച്ചു. അവൾക്കറിയാവുന്ന പോലെയൊക്കെ ടെസ്റ്റ് ചെയ്ത് pH വാല്യൂ ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഇപ്പം കണ്ടുപിടിക്കാൻ പറ്റിയ ഇക്കാര്യങ്ങളൊക്കെ വിശദമായി റെക്കോർഡ് ചെയ്യുവാണ്. അറ്റ്ലീസ്റ്റ് ഇവൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ ഇവളെ പോലെ സർവൈവ് ചെയ്തിട്ടുള്ള ആളുകൾ അറിയണമല്ലോ. അഫ്ലിക്റ്റഡ് ആയിട്ടുള്ളവർ ഇതൊക്കെ അവർക്ക് എത്തിച്ചു കൊടുക്കുമെന്ന് അറിയില്ല. എന്നാൽ ഒരു ശ്രമം. ഈ പൊടി കണ്ടില്ലേ, ഇത് ഇവർ വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഇത് ഈ കളറാകും. ഇത് എന്ത് കളറാണെന്ന് എനിക്കറിയത്തില്ല. ആൻഡ് ലുക്ക് അറ്റ് ദിസ്, ഇത് വെള്ളം പോലെയല്ല, ഇതിലൊരു ടെക്സ്ചർ ഉണ്ട്. നോക്ക്, എന്തോ ഒരു കൈൻഡ് ഓഫ് ഓയിൽ, ഒലീവ് ഓയിലൊക്കെ പോലെ. pH വാല്യൂ 7.1, ന്യൂട്രൽ ആണ്. ബട്ട് സംതിങ് വിയേർഡ്. എന്തിനാണ് ഒരു പാല് പാക്കറ്റിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി കുടിക്കുന്നേ? ഞാനിതൊക്കെ ഇവിടെ വന്നിരുന്ന് പറയുന്നൊരു കാര്യമുണ്ടോ എന്നറിയില്ല. നിങ്ങളിൽ 12 പേരിൽ ആർക്കെങ്കിലും എല്ലാം പഴയ പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി ചെയ്തുകൊണ്ടിരിക്കുക, അതൊന്ന് കോൺടാക്ട് ചെയ്യും എന്നൊക്കെ ഇത്തിരി മോശമായിട്ട് സംസാരിച്ച് റെക്കോർഡ് ചെയ്തെങ്കിലും പുള്ളിക്കാരി ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും മാന്യമായ ഭാഷയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിവരിച്ച് പറഞ്ഞ് സർവൈവേഴ്സിന് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി റെക്കോർഡിംഗ് കൊടുത്തയച്ചു. ശേഷം രാത്രി ഒരു പരുവമായപ്പോൾ തലേ ദിവസത്തെ പോലെ ചെന്നായകൾ വീണ്ടും വന്നു. ഇത്തവണ ഹെലനെ കുഴിച്ചിട്ട് അവിടെ മാന്തുകയാണ്. അതുകണ്ട് നമ്മുടെ ഹീറോയിൻ ഗോൾഫ് ക്ലബ്ബും എടുത്ത് പുറത്തിറങ്ങി ചെന്ന് ബഹളം വെച്ച് അവരെ ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും അവറ്റകൾ ഇവൾക്ക് നേരെ തിരിഞ്ഞു. എല്ലാം കൂടെ വന്ന് കടിച്ചു കയറിയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരോൾ ഓടി വീടിനകത്ത് കയറി ഗോൾഫ് ക്ലബ്ബും താഴെയിട്ട് ഇവൾ യൂസ് ചെയ്യുന്ന പോലീസ് കാർ എടുത്ത് നേരെ ഫെൻസ് പൊട്ടിച്ച് ഇടിച്ച് അങ്ങോട്ടും കയറ്റി. അതോടെ ചെന്നായകളെല്ലാം പേടിച്ചോടിപ്പോയി. ഇനി ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. അടുത്ത ദിവസം അവറ്റോൾ പിന്നെയും വന്ന് ഹെലന്റെ ബോഡി മാറ്റി പുറത്തിട്ടാലോ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ഇവളുടെ കയ്യിൽ കിടക്കുന്ന ഈ വിലങ്ങൊന്ന് മാറ്റണമല്ലോ. അന്ന് സോഷ്യയുടെയും ഇവളുടെയും കയ്യിൽ ഒരുമിച്ച് വിലങ്ങിട്ടപ്പോൾ അവരത് കട്ട് ചെയ്ത് മാറ്റുക ചെയ്തത്. വിലങ്ങിന്റെ കീ വാഹനത്തിന്റെ കീ സെറ്റിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഇതുവരെയും ഇവളത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇപ്പൊ ഏതായാലും വിലങ്ങൊക്കെ മാറ്റിയിട്ട് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ വിൽക്കുന്ന സ്ഥലത്ത് നിന്ന് സ്ലാബുകൾ എടുത്തുകൊണ്ട് വന്ന് ഹെലനെ കുഴിച്ചിട്ടതിന്റെ മുകളിൽ വിതറി. ചെറിയൊരു കൽപ്പാളിയിൽ ഹെലൻ എന്നൊക്കെ എഴുതി ഒരു കല്ലറ പോലെ അവിടെ അങ്ങനെ കൊണ്ട് സെറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. പകൽ മുഴുവൻ ഇങ്ങനെ പണിയൊക്കെ ചെയ്ത് ഇപ്പൊ ആകെ ക്ഷീണിച്ച് വന്നിരുന്ന് ഡ്രിങ്ക് ചെയ്യുന്ന സമയത്താണ് നേരത്തെ ഇവൾ ആ ഗോഡൌണിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന പാക്കറ്റിന് പുറത്തുള്ള ബാർകോഡ് ശ്രദ്ധിക്കുന്നത്. ഇതൊരു ലീഡാണല്ലോ. ബാർകോഡ് സ്കാൻ ചെയ്താൽ ഇതെവിടെയാണ് മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഒട്ടും വൈകിയില്ല, നേരെ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് ബാർകോഡ് സ്കാൻ ചെയ്തു. എന്താ കണ്ടെത്തിയെന്നറിയോ? ഒരു തേങ്ങയും കിട്ടിയില്ല. കാരണം അതിലൊരു ഇൻഫോർമേഷനും ഇല്ലായിരുന്നു. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, സിമിലർ പാക്കേജിങ് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ ഇങ്ങനെ ചെക്ക് ചെയ്ത് വരുമ്പോൾ ഡോഗ് ഫുഡിനും ഏതാണ്ട് ഇതേപോലെയുള്ള സിമിലർ പാക്കേജാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലാണെങ്കിൽ കറക്റ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അഗ്രിജെറ്റിലാണ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. രാത്രി തന്നെ നേരെ അങ്ങോട്ട് ചെന്നു. ഇവളുടെ ഭാഗ്യമെന്ന് പറയാം, അവിടെ ഒരു ഷട്ടർ പൂർണ്ണമായി അടച്ചിട്ടില്ലായിരുന്നു. അതിനടിയിലൂടെ നുഴഞ്ഞകത്ത് കയറി എന്ത് തരം റോ മെറ്റീരിയൽസ് യൂസ് ചെയ്താണ് ഇവർ ഈ വെള്ളപ്പൊടി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ വിശദമായി പരിശോധിച്ചു. കുറേ പച്ചക്കറി പഴവർഗ്ഗങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതൊന്നും കുഴപ്പമില്ല. പക്ഷേ പ്ലാസ്റ്റിക് ഇട്ട് മൂടി വെച്ചിരിക്കുന്ന
ചെയ്യുന്ന മറ്റെന്തോ കണ്ട് നമ്മുടെ കാരോൾ അങ്ങ് പേടിച്ചു പോയെന്നേ. ഇവൾ ഇങ്ങനെ പേടിച്ച് വരേണ്ട പുറത്തിറങ്ങാനും മാത്രം എന്ത് പണ്ടാരമാണ് ഇവർ അതിനകത്ത് വെച്ചിരിക്കുന്നതെന്നോ. ശവങ്ങള്, മനുഷ്യന്റെ കൈയും കാലും തലയും ഒക്കെ വെട്ടിമുറിച്ച് പീസാക്കി പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുക. പുല്ല്, മീറ്റൊന്നും കഴിക്കൂല എന്ന് ഇവറ്റോള് പറഞ്ഞിട്ട് ഇത്രയും നാൾ മനുഷ്യന്റെ ശരീരം പ്രോസസ്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഇവറ്റോള് കുടിച്ചുകൊണ്ടിരുന്നത്. കാരോൾ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള 12 പേർക്ക് അയച്ചു കൊടുക്കാൻ. ഇനിയെങ്കിലും ഇതൊക്കെ കണ്ടിട്ടെങ്കിലും അവറ്റോൾക്ക് ബോധം വരട്ടെ. മനുഷ്യനെ കൊന്നു തിന്നുന്ന നരഭോജികളാണ് ഇവർ. ഇതിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന ഫുഡാണ് അവർ കഴിക്കുന്നത്. നാളെ ഒരു പക്ഷേ ഫുഡിന് വേണ്ടി ഈ 12 പേരെ അവർ കൊന്നാലോ? ഓവർ വിനയം കാണിക്കുന്ന ഒന്നിനെയും നമ്പരെന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ ഇവറ്റോളുടെ ഓവർ വിനയം കണ്ടപ്പോഴേ തോന്നി എന്തോ ഒരു ചതിയുണ്ട് ഇതിന് പുറകിലെന്ന്. തെളിവുകളെല്ലാം കളക്ട് ചെയ്ത് ഇത്തവണ നമ്മുടെ കാരോൾ ബാക്കിയുള്ള സർവൈവേഴ്സിനെ ഇത് നേരിട്ട് അറിയിക്കാൻ പോവാണ്. കഴിഞ്ഞ 2 തവണത്തെ ഡ്യൂട്ടി ഇത് അവരുടെ കൊടുത്തു വിട്ടാൽ ബാക്കിയുള്ള സർവൈവേഴ്സ് ഇത് കാണുമെന്ന് തന്നെ ഉറപ്പില്ല. സർവൈവേഴ്സിൽ കൂമ്പ എവിടെയാണ് ജീവിക്കുന്നതെന്ന് അവൻ നേരത്തെ തന്നെ നമ്മുടെ ഹീറോയിനോട് പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങളൊക്കെ അവനെ അറിയിക്കാനായിട്ട് അവനുള്ള അങ്ങോട്ട് ചെല്ലുകയാണ് കാരോൾ. പോകുന്നതിന് മുമ്പ് ഇവളുടെ വീട്ടിൽ വീണ് കിടന്ന വെള്ളപ്പൊടി ഫുള്ള് ക്ലീൻ ചെയ്യുന്നുണ്ട്. തെളിവൊന്നും അവശേഷിപ്പിക്കുന്നില്ല. ഇൻ കേസ് ഇവള് കൂമ്പ ജീവിക്കുന്ന അങ്ങോട്ട് പോകുമ്പോൾ അഫ്ലിക്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഇവിടെ വന്ന് ഇതൊക്കെ കണ്ട് കാരോൾ കൺവേർട്ട് ആയവരെ വീണ്ടും പഴയ പോലെ ആക്കാനുള്ള ശ്രമത്തിലാണ് എന്ന് അവർ മനസ്സിലാക്കേണ്ടെന്ന് കരുതി. നമ്മുടെ കൂമ്പയാവട്ടെ ഇപ്പോൾ അവിടെ അടിപൊളി ജീവിതം ജീവിക്കുകയാണ്. അവൻ്റെ കൂടെയുള്ള ഇവരൊക്കെ ഹ്യൂമൻസിന്റെ സ്വഭാവമൊക്കെ മാറിയവരാണെന്നുണ്ടെങ്കിലും ഹ്യൂമൻസിനെ പോലെ ആക്ട് ചെയ്യാനൊക്കെ പറഞ്ഞ് അവൻ ഇഷ്ടപ്പെടുന്ന വൈബിൽ എല്ലാവരെയും കൊണ്ടും അഭിനയിപ്പിച്ച് അവൻ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ലോട്ടറി അടിക്കാന്നൊക്കെ പറഞ്ഞ് ഇതാണ് ഒരവസരം കിട്ടാൻ വേണ്ടി കാത്തിരുന്ന പോലെ പോക്കർ കളിക്കുവാണ്. അതും ശക്തനായ എതിരാളിയോട്. എല്ലാം പ്രീ പ്ലാൻഡ് ആണ്. അവസാനം കൂമ്പ മാത്രമേ ജയിക്കുകയുള്ളൂ. കൂമ്പയുടെ സന്തോഷം അവൻ തന്നെ കണ്ടെത്തുന്നു. സ്വന്തം ജീവിതം ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയതല്ലേ. നല്ല അടിപൊളി ലൈഫായിരുന്നു. സുന്ദരിമാരുടെ കൂടെ കുളിച്ച് കളിച്ച് ആഘോഷിച്ച് നടക്കുന്നതിനിടെയാണ് നമ്മുടെ ഹീറോയിൻ അങ്ങോട്ട് ചെല്ലുന്നത്. കൺവേർട്ട് ആയിട്ടുള്ളവരൊക്കെ ഹീറോയിൻ്റെ അടുത്ത് വരത്തില്ലല്ലോ, ബ്രേക്ക് എടുത്തേക്കുമല്ലേ. അതുകൊണ്ട് കൂമ്പയെ വിട്ട് അവരൊക്കെ മാറിപ്പോവാണ്. വേണമെങ്കിൽ കാരോളിനെ മീറ്റ് ചെയ്യാതെ അവരോടൊപ്പം ചെല്ലാൻ പറയുന്നുണ്ടെങ്കിലും കാരോൾ എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വരുന്നതെന്ന് മനസ്സിലാക്കി കൂമ്പ മാത്രം അവിടെ സ്റ്റേ ചെയ്തു. കൂമ്പയെ മീറ്റ് ചെയ്യാൻ എങ്ങോട്ട് ചെല്ലണമെന്നുള്ള ഇൻസ്ട്രക്ഷൻ സ്ക്രീനുകളിലൂടെ ഈ അഫ്ലിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ കാരോളിന് കാണിച്ചു കൊടുക്കും. അവളും അതൊക്കെ നോക്കി കൂമ്പയുടെ രാജകീയ കൊട്ടാരത്തിൽ അവൻ്റെ രാജകീയ ഹോട്ടലിലെത്തി. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയാനുള്ളത്. ഇത് കേട്ടാൽ നീ ഞെട്ടും, അത്രയും അറപ്പ് തോന്നിക്കുന്ന കാര്യമാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. ഇവിടെ TV എവിടെ? ഇവരെന്തൊക്കെയാ ചെയ്യുന്നതെന്നറിയോ? ഇവരെന്താ കഴിക്കുന്നതെന്നറിയോ? കാരോൾ നിർത്ത്, എല്ലാം അറിയാം, അവരെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിന്റെ ആദ്യ 2 വീഡിയോസ് കണ്ടപ്പോൾ തന്നെ നീ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഇതൊക്കെ തന്നെയാണെന്ന് മനസ്സിലായിരുന്നു. വാട്ട്? അവർ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തന്നോ? അത് ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല ഇതൊരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ല? കാരോൾ പ്ലീസ്, അവർ മനുഷ്യനെ തിന്നുന്നതിനെ പറ്റിയാണ് നിനക്ക് പറയാനുള്ളതെന്നുണ്ടെങ്കിൽ അത് അവർ ഓൾറെഡി ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്. അതെന്താ അങ്ങനെയെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് മാത്രമാണ്. TV-യിൽ നോക്ക്. കാരോൾ നോക്കിയപ്പോൾ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കാൻ ജോൺ സീന വന്നിട്ടുണ്ട്. ഹായ് കാരോൾ, നിനക്കറിയാവുന്നല്ലേ ഞങ്ങൾക്ക് ജീവിവർഗ്ഗങ്ങളെ ഒന്നും കൊല്ലാൻ പറ്റില്ലെന്ന്. അനിമൽസിനെ മാത്രമല്ല, പ്ലാന്റ്സിൽ ലീവ്സ്, ഫ്രൂട്ട്സ് ഒന്നും തന്നെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. ഇലയും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ പ്ലക്ക് ചെയ്യുന്നതും ഒരു തരത്തിൽ ജീവൻ ഇല്ലാതാക്കുകയല്ലേ. സോ സർവൈവ് ചെയ്യാനുള്ള ഞങ്ങളുടെ ഏക മാർഗം ഓൾറെഡി മരിച്ചതിനെ കൺസ്യൂം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതിപ്പം മനുഷ്യരിലാണെങ്കിലും പ്ലാന്റ്സിലാണെങ്കിലും അങ്ങനെ തന്നെ. താഴെ വീണ് കിടക്കുന്ന പഴവർഗ്ഗങ്ങൾ, സസ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ജീവനോടെ ഉണ്ടായി നിൽക്കുന്നതൊന്നും പറിച്ചെടുക്കാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥയിൽ ഇത്ര കോടിക്കണക്കിന് ആളുകൾ സർവൈവ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു മിൽക്ക് പാക്കേജിലുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും മറ്റുമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു പാക്കേജ്, ഈ ഒരു ഹ്യൂമൻ ഡിറൈവ്ഡ് പ്രോട്ടീൻ ഞങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളല്ലേ മരിക്കുന്നത്. അവരുടെയൊക്കെ ശരീരങ്ങൾ ഇത്തരത്തിൽ യൂസ് ചെയ്താൽ ഞങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ആൻഡ് കാരോൾ, നിങ്ങൾ ആരും ഇത് കഴിക്കണമെന്നില്ല. നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ഫ്രഷ് ഫുഡ് ഐറ്റംസ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. കാരോൾ പ്രതീക്ഷിച്ച അത്ര പ്രശ്നമല്ല. എന്നാലും ഇതൊന്നും ശരിയല്ലല്ലോ. ഹ്യൂമൻസ് ഇങ്ങനെ ആവാൻ പാടില്ല, അവർ പഴയ പോലെ ആവണം. കാരോൾ ഇക്കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മുടെ കൂമ്പ പറയുന്നത്. അതായത് ഈ കാരോളും പരാഗ്വേയിലുള്ള സർവൈവർ ആയിട്ടുള്ള ഒരു പുള്ളിക്കാരനും ഒഴികെ ബാക്കി സർവൈവേഴ്സ് എല്ലാം വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരുൾപ്പെടെ സൂം മീറ്റിംഗ്സ് ഒക്കെ നടത്താറുണ്ടെന്നും കൺവേർട്ട് ആയിട്ടുള്ള ആളുകളെ രക്ഷിക്കാൻ എന്ത് ചെയ്യാമെന്നൊക്കെ ഡിസ്കസ് ചെയ്യുമെന്നും പറയുന്നു. ഓ ഗ്രേറ്റ്, അപ്പോൾ ഇവർക്കും ഇങ്ങനൊരു ഉദ്ദേശമുണ്ട്, കൺവേർട്ട് ആയിട്ടുള്ള ആളുകളെയൊക്കെ രക്ഷപ്പെടുത്തണമെന്ന്. യെസ്, അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്. പക്ഷേ ഇത് നമ്മുടെ കാരോൾ ഉദ്ദേശിക്കുന്ന പോലെ അവരെ വീണ്ടും പഴയ പോലെ ആക്കുന്ന അങ്ങനെ രക്ഷപ്പെടുത്തലല്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ കൺവേർട്ട് ആയിട്ടുള്ള ഒരു റേഷനിലാണെന്ന് പറയാലോ. അവർ ഈ മിൽക്ക് പാക്കറ്റിനകത്തുള്ള ഡ്രിങ്കും കുടിച്ചാണല്ലോ സർവൈവ് ചെയ്യുന്നത്. ഇത്രയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ തന്നെ അടുത്ത 10 വർഷത്തിനുള്ളിൽ ഒത്തിരി ആളുകൾ പട്ടിണി മൂലം മരിക്കും. അത്ര വലിയൊരു പ്രശ്നത്തിലേക്കാണ് ലോകം പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ, ഇത്രയും ആളുകൾ പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, അവരെ എങ്ങനെ സേവ് ചെയ്യാൻ പറ്റുമെന്ന് ഇവരിങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ടെന്ന്. ഈ സർവൈവേഴ്സിന്റെ കൂട്ടത്തിൽ ഓൾറെഡി നമ്മുടെ കാരോളിനെ മീറ്റ് ചെയ്തിട്ടുള്ളവർക്കൊന്നും കാരോളിനെ അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. ഇംഗ്ലീഷ് അല്ലാതെ മറ്റു ഭാഷകളിൽ സംസാരിക്കുന്നവർക്കും കാരോളിനെ അത്ര ഇഷ്ടമല്ലെന്ന്. ഫസ്റ്റ് മീറ്റ് ചെയ്യാൻ വിളിച്ചപ്പോൾ ഇംഗ്ലീഷ് അറിയാവുന്നവരെ മാത്രമാണല്ലോ അവൾ വിളിച്ചത്. ബാക്കിയുള്ളവരെ വിളിക്കാത്തത് കൊണ്ട് അവർക്ക് ദേഷ്യമാണത്രേ. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ ബോധമുള്ളവരിൽ പരാഗ്വേയിലുള്ള ആ പുള്ളിക്കാരനും പിന്നെ ഈ കൂമ്പയും ഒഴികെ ബാക്കിയുള്ളവർ ഒറ്റ ആൾക്ക് നമ്മുടെ കാരോളിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഓൾറെഡി കൺവേർട്ട് ആയിട്ടുള്ള അവരെയൊക്കെ സേവ് ചെയ്യാൻ റോബോട്ടിക് ഫാമിംഗ് ആണ് ബെസ്റ്റ് ഓപ്ഷൻ എന്നും സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കാരോളിന് ഒരുപാട് അങ്ങ് സങ്കടമാവുന്നുണ്ട്. വിഷമിച്ച് അവിടെ ആ ഹോട്ടലിൽ കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ എണീറ്റ് വന്നപ്പോൾ കൂമ്പ ഇവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. ദെൻ കാരോൾ തിരികെ പോകുന്നതിന് മുമ്പും ഈ കൺവേർട്ട് ആയിട്ടുള്ള മനുഷ്യരെയൊക്കെ തിരിച്ച് പഴയ പോലെ ആക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവർ
ഓൾറെഡി ഹാപ്പി ആണെന്നൊക്കെയാണ് കൂമ്പ പറയുന്നത്. ഇത് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നേ? സി മിസ്റ്റർ കൂമ്പ, അവരങ്ങനെയുള്ളത് മാത്രമല്ല പ്രശ്നം, നമ്മളെയും അവരെ പോലെ അങ്ങനെ ചേഞ്ച് ആക്കാൻ നോക്കുക. ഒരാപ്പിൾ പോലും മരത്തിൽ നിന്ന് പറിക്കാൻ പറ്റില്ലെന്ന് പറയുന്ന ഈ കൂട്ടങ്ങളുടെ കൂട്ട് നമ്മളുമായ എന്താ അവസ്ഥ? അവരുടെ കൂട്ട് പട്ടിണി കിടന്ന് ചാവാനോ? അതങ്ങനെയല്ല ക്യാരോൾ, അവർക്ക് നമ്മളെയും അവരെ പോലെ ആക്കാൻ പറ്റും, പക്ഷെ നമ്മുടെ സമ്മതമില്ലാതെ പറ്റില്ല. എങ്ങനെയാണ് ഇവരെ കൂടെ കൺവേർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഈ സർവൈവേഴ്സിന്റെ ഇടുപ്പല്ലിൽ നിന്ന് സ്റ്റെം സെൽസ് എടുത്ത് അതിൽ മാറ്റം വരുത്തി ഇവരെല്ലാവരെയും ചേഞ്ച് ചെയ്ത ഒരു ഏലിയൻ വൈറസ് ബാക്കിയുള്ള സർവൈവേഴ്സിലും കൂടെ മാറ്റം വരുത്തി ഇവരെയും കൺവേർട്ട് ചെയ്യാൻ പറ്റുമത്രേ. എന്നാൽ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ ഓരോരുത്തരുടെയും പെർമിഷൻ വേണം. ഇവരുടെ പൂർണ്ണ സമ്മതത്തോടെ മാത്രമേ ഇവരെ കൂടെ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവർ ഓരോരുത്തരും സമ്മതിക്കാതെ ഇവരുടെ സ്റ്റെം സെൽസ് അവർക്ക് എടുക്കാൻ സാധിക്കില്ലല്ലോ. കൂമ്പ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മുടെ ഹീറോയിൻ അവരെ കോൺടാക്ട് ചെയ്ത് ഇതെല്ലാം ഇങ്ങനെ തന്നെയാണോ, ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഞങ്ങളെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഒന്നുകൂടെ ഉറപ്പിച്ച് ചോദിച്ചപ്പോൾ അവരും അവിടെയുള്ള വലിയ സ്ക്രീനുകളിലൂടെ ക്യാരോളിന്റെ സംശയത്തിന് മറുപടി കൊടുത്തു. കൂമ്പ പറഞ്ഞതൊക്കെ സത്യമാണ്. സന്തോഷം, തങ്ങളുടെ സമ്മതമില്ലാതെ തങ്ങളെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അത് കരുതിയെങ്കിലും ആശ്വസിക്കാം. ദെൻ ക്യാരോൾ തിരികെ പോകുന്നു. അവളുടെ പോലീസുകാർ നോക്കി കൂമ്പ ഒന്ന് പുച്ഛിക്കുന്നുണ്ട്. അണ്ണന്റെ കാർ കളക്ഷൻ കണ്ടില്ലേ, ഓരോ ദിവസവും ഓരോ കാറ്. ലൈഫ് തന്നെടേ, ഇവളെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വേഗം പോയാൽ മതി എന്നായിരുന്നു അവന്. കാരണം ക്യാരോൾ ഇവിടെ ഉള്ളിടത്തോളം ബാക്കിയുള്ളവർ വരത്തില്ലല്ലോ, അവരെ ഇവളുമായിട്ട് ബ്രേക്ക് എടുത്തിരിക്കുമല്ലേ. അവിടുന്ന് കട്ട് ചെയ്താൽ ഒരു 3 ദിവസം മുമ്പ് പരാഗ്വയിലുള്ള മാനസോസ് റേഡിയോ ഫ്രീക്വൻസി ഒക്കെ അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെന്നെങ്കിലും ഏതെങ്കിലും ഫ്രീക്വൻസിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കുറേ ആയി ചെക്ക് ചെയ്യുവാണ്. കൺവേർട്ട് ആയവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാ തുറന്ന് സംസാരിക്കാതെ തന്നെ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാൻ പറ്റും. അവർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് റേഡിയോ വേവ്സ് യൂസ് ചെയ്താണ്. ഇദ്ദേഹത്തിന് ആ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ തീർച്ചയായും അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഇവർക്ക് കേൾക്കാൻ പറ്റും, അവരെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ആൾ കുറേ അധികം ഫ്രീക്വൻസീസ് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് ചെക്ക് ചെയ്തതിൽ 8.613.0 മാത്രം എന്തോ ഒരു ചെറിയ സാധനം ഇദ്ദേഹത്തിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റി. മേ ബി ഈ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാവാം കൺവേർട്ട് ആയവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഉറപ്പല്ല. എന്നാലും ഇവിടെ മാത്രം എന്തോ ഒരു ചേഞ്ച് ഇദ്ദേഹത്തിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാ ദിവസത്തെയും പതിവ് പോലെ മാനസോസിന് ഫുഡുമായി ഒരു സ്ത്രീ വന്നു. കൺവേർട്ടായ സ്ത്രീ അവിടെ ഫുഡ് കൊണ്ടുവച്ചിട്ട് തിരികെ പോയി. അവർ കൊടുക്കുന്ന ഫുഡൊന്നും ഇദ്ദേഹം കഴിക്കാറില്ലല്ലോ, പുള്ളിക്കാരനത് തട്ടിക്കളഞ്ഞു. ഇത്തവണ ഫുഡിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയ കാസറ്റ് ഉണ്ടായിരുന്നു. ഇദ്ദേഹം കാസറ്റ് എടുത്തുകൊണ്ട് പോയി പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ അത് നമ്മുടെ ക്യാരോൾ അയച്ച വീഡിയോ ആണ്. അതിലൂടെയാണ് ഇദ്ദേഹം മനസ്സിലാക്കുന്നത് താനും ക്യാരോളും മാത്രമല്ല സർവൈവ് ചെയ്തത്, മറ്റു 11 ആളുകളുണ്ട്. ഇക്കൂട്ടത്തിൽ ക്യാരോളിന് എങ്ങനെയെങ്കിലും ഇതെല്ലാം പഴയ പോലെ ആക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് മനസ്സിലാക്കി. ഏതാണ്ട് 9 ദിവസമായിട്ട് റേഡിയോ ഫ്രീക്വൻസീസും ചെക്ക് ചെയ്ത് ഇവൻ ഒറ്റയ്ക്ക് വിടുന്ന ശ്രമിക്കുമല്ലേ, അതുകൊണ്ട് കാര്യമില്ല. ഇനി മുന്നോട്ട് ക്യാരോളിന്റെ കൂടി സഹായത്തോടെ ആക്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന മാനസോസ് ആ ഒരു ഫെസിലിറ്റി വിട്ട് പുറത്തിറങ്ങി ക്യാരോളിനെ തേടി പുറപ്പെടുവാണ്. പരാഗ്വയിൽ നിന്ന് ഒരുപാട് നീണ്ടൊരു യാത്രയുണ്ട്. കൺവേർട്ട് ആയവരോട് ഇവൻ ഒരു തരത്തിലും സഹകരിക്കുന്നില്ല. അപ്പോൾ ഇവന്റെ യാത്ര ഒരുപാട് ബുദ്ധിമുട്ടാകും. അവന്റെ കാറിൽ ഇങ്ങോട്ട് യാത്ര തിരിക്കാൻ തുടങ്ങുമ്പോൾ ഇവൻ ഇടയ്ക്കിടെ ഫുഡ് കൊണ്ടുകൊടുക്കുന്ന ആ സ്ത്രീ ഇവന്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മോനെ, നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ടേ? അതിന് മാനസോസ് ആവട്ടെ, നീ എന്റെ തള്ളയൊന്നുമല്ലല്ലോ, എന്റെ തള്ള ഒരു ഡാഷ് മോളാണ് എന്നും പറഞ്ഞ് മാനസോസ് യാത്ര തിരിച്ചു. അപ്പോൾ ഇനിയാണ് കളി. നമ്മുടെ ക്യാരോളും മാനസോസും കൂടെ എമ്മാതിരി കളി കളിച്ച് ബാക്കിയുള്ളവരെയൊക്കെ തറ പറ്റിക്കാൻ പോകുന്നു എന്ന് കണ്ടറിയാം. സബ്സ്ക്രൈബ് ചെയ്യൂ, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കൂ. അടുത്ത പാർട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. കുറേ അധികം ഇൻട്രസ്റ്റിംഗ് ഫാൻ തിയറീസ് ഒക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. റെഡിറ്റ് ഉള്ളവർക്ക് നമ്മുടെ സബ് റെഡിറ്റ്സിൽ ജോയിൻ ചെയ്യാം. പ്ലൂറിബസ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇനീഷ്യലി തന്നെ നമ്മുടെ സബ് റെഡിറ്റ് വരുന്നുണ്ട്. അതിൽ കുറേ അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിയറീസ് ഒക്കെ ഒരുപാട് പേര് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലിങ്ക് ഒന്നും ചോദിച്ച് മെസ്സേജ് അയക്കല്ലേ. ഹിഡൻ ആയിട്ട് പേഴ്സണലായിട്ട് യൂസ് ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് റെഡിറ്റ് തന്നെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു സീരീസിനെ പറ്റി എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാൻ തിയറീസ് വല്ലതും പറയാനുണ്ടെങ്കിൽ അവിടെ ഷെയർ ചെയ്യാം. ഫാൻ തിയറീസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ ഒരു ലൈവ് വന്നാലോ എന്നൊരു ആലോചനയുണ്ട്. അല്ലെങ്കിൽ വീഡിയോ ചെയ്യാം. ഏതായാലും സീരീസ് കണ്ടു തീർത്തതിന് ശേഷം എന്തെങ്കിലുമൊക്കെ തിയറീസ് ഉണ്ടെങ്കിൽ അടുത്ത സീസണിൽ എങ്ങനെയാവും എന്നൊക്കെയുള്ള പ്രതീക്ഷകൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തേക്ക്. നല്ലതാണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.